അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വലിയൊരു പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ. മോർണിംഗ് റൈഡിലാണ്. മലയാറ്റൂർ പോകാമെന്ന് വിചാരിച്ചു. കാരണം മലയാറ്റൂർ ഇപ്പോൾ പെരുന്നാൾ നടക്കുന്ന ടൈമല്ലേ. ഞാനങ്ങനെ പെരുന്നാൾ നടക്കുന്ന ഒരു സമയത്ത് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. മറ്റേ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാളൊന്ന് കൂടണം. നോക്കാം, നമുക്ക് പോയി നോക്കാം. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. മലയാറ്റൂർ ഇപ്പോൾ തന്നെ നമ്മൾ കുറേ ടൈം പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാലടി പ്ലാന്റേഷൻ വെറ്റിലപ്പാറയൊക്കെ പോകുന്ന മലയാറ്റൂർ എന്നിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഈ ഒരു സാധാരണ നമ്മൾ പോകുന്ന പോലെ ആയിരിക്കില്ല. ഇപ്പം എങ്ങനെയാണെന്ന് ചെന്ന് നോക്കുമ്പോൾ അറിയാം. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അവിടെ ചെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഒരു മിക്കവാറും നല്ല വൈബായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ എന്ത് ഷൂട്ട് ചെയ്യണം, ഈ വീഡിയോ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയ കേട്ടോ. നോക്കാം, നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ആയിട്ട് കിട്ടുവാണെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പിടിക്കാൻ ജസ്റ്റ് ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. 6:15 ഒരു 2 മണിക്കൂർ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങ് പോകുന്നേ ഉള്ളൂ. 2 മണിക്കൂർ 8 മണിക്കാകുമ്പോഴത്തേനും ചെല്ലണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കേട്ടോ, കുറേ ആൾക്കാരോട് നിൽക്കണം കേട്ടോ. വേണ്ട, ആനയൊക്കെ നിൽക്കണ്ട. ആനയും ജിറാഫും കുതിരയും എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മൂവാറ്റുപുഴ പെരുമ്പാവൂർ റൂട്ടിലാട്ടോ. ഇതിലെ പോയി കഴിഞ്ഞാൽ അറിയാതെ കണ്ടത് ഇങ്ങോട്ട് പോകും. ഒത്തിരി പേര് നിൽപ്പുണ്ട് ഇവിടെ. ഇതിവിടെ അതിൻ്റെ ബാക്കിൽ ഒരു വീട് എന്തോ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തേക്കണ. ഇവിടുന്നൊക്കെ ഇത് സെയിലിന് വെച്ചേക്കണം കേട്ടോ. എല്ലാം സിമെൻറ്റിൽ ഉണ്ടാക്കിയേക്കണം. അതുകൊണ്ട് ആനയൊക്കെ നോക്കി ശരിക്കും ആ ഒരു ഷേപ്പും അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആട്ടോ. അല്ല പക്ക ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഈ വഴി പോയിട്ടുള്ള ഇത് ഈ സംഭവം കണ്ടിട്ടുള്ള ആരിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇത് നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ എവിടെ തൃക്കളത്തൂരാട്ടോ. MC റോഡിൻ്റെ സൈഡിൽ തന്നെ ആട്ടോ. അതുകൊണ്ടോ ഇതേ കുതിരയൊക്കെ നിൽക്കണം. നോക്കി ആനയൊക്കെ പല വലിപ്പത്തിൽ. ഇതൊരു ചെറിയ ആനയാണ്. അതുപോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാത്ത എന്നാന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ റോമി ബ്രോ എന്ത് ചെയ്യുന്ന 1-2 വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോയിനെ തിരക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി റോമി ബ്രോ ഈസ്റ്ററൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ ഈ ഒരു റൈഡിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു വിർച്വൽ ചലഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുവാണ്. പിന്നെ റിലേറ്റീവ്സിൻ്റെ മാരേജ് ആയി, അങ്ങനെ കുറച്ച് തിരക്കാട്ടോ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പുള്ളീനെ പൊക്കിക്കൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാച്ചു കണ്ടിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറേ കണ്ടോ വിഷു ഒക്കെ അല്ല. അതുകൊണ്ട് ഇങ്ങനെ കൃഷ്ണൻ്റെ കുറേ പ്രതിമകളൊക്കെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ട് തന്നെ ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കണ്ടത് പല കളറിലൊക്കെ ഉള്ള പല വലിപ്പത്തിലുള്ളതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് മോൾഡ് ഉണ്ട്. മോൾഡിൽ വെച്ച് ഞാൻ അവരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോൾഡ് വെച്ചിട്ട് ആ ഒരു മോൾഡ് യൂസ് ചെയ്താൽ ഇതുണ്ടാക്കുന്നത് കേട്ടോ. ഇവർ രാജസ്ഥാൻകാരാട്ടോ. ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇവരിവിടെ ഈ ഒരു വീടാണ്. ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഇത് ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്ന് ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ വിഷു എടുത്തുകൊണ്ട് തന്നെ ഒത്തിരി ഉണ്ട്. ഓക്കെ, 190 രൂപ കേട്ടോ സ്റ്റാർട്ടിങ് ആണ്. ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. കൊള്ളാട്ടോ സംഭവം. ഇതൊക്കെ ഇതാണ് അതിൻ്റെ മോൾഡ്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ മോൾഡ്. ആദ്യം ഈ മോൾഡ് ഉണ്ടാക്കും കേട്ടോ. അതിൽ ഷേപ്പൊക്കെ ആയിട്ട് ഇതിലേക്ക് വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ അകമൊക്കെ പൊള്ളയാണ്. മറ്റേ ടെറാക്കോട്ട ടൈപ്പാട്ടോ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആട്ടോ സംഭവം. ഈ റോഡിൻ്റെ സൈഡിലേക്ക് കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നത്. ഇല ശരിക്കും ഇല കാണത്തില്ല കേട്ടോ. അത്രയും നിറയെ പൂവാണേ, സ്വർണ്ണ കളറിൽ. അപ്പോൾ അതേ വരുന്ന വഴിക്ക് നമ്മുടെ ആദിത്യൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടോ. അപ്പം അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊരു ഹായ് പറഞ്ഞേരേ. ഞാൻ തന്നെ ആവുന്ന ഓർത്ത് തന്നെ താങ്കളുടെ ബ്രോയിനെ കിട്ടി. തിരക്കായി തുടങ്ങുന്നല്ലോ. അടിവാരം. ആ ഓക്കെ. തിരക്ക് ഇവിടെ അല്ലേ? ഇന്ന് നോക്കി ഒരു സീസണാണെന്ന് തോന്നില്ലല്ലേ, രാവിലെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മലയാറ്റൂർ
അടിവാരം മലയുടെ താഴെ എത്തിയിട്ട് തടാകത്തിൻ്റെ ഒക്കെ അവിടെ. ഞാൻ ഒരുപാട് ക്രൗഡൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നതാണേ. എല്ലാവരുമൊക്കെ എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ, അതെയോ മല കയറി മേളിലാണെന്ന് അറിയില്ല. ഇവിടെ ഇച്ചിരി തിരക്ക് കുറവാണ്. അപ്പോൾ ഇത് മേളിലേക്കുള്ള എൻട്രൻസ് ആട്ടോ. കുറേ ദൂരം നമുക്ക് മേളിലേക്ക് സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കച്ചവടക്കാരൊക്കെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാലടി പ്ലാന്റേഷൻ പോകും വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആൾക്കാരും ബഹളമൊന്നും ഒട്ടുമില്ലായിരുന്നു കേട്ടോ. ഓക്കെ, രണ്ട് സൈഡിലും കടകൾ. കുറേ ദൂരം അങ്ങ് പോകാം അല്ലേ ഇതുപോലെ? ആ ഓക്കെ, ചെറിയൊരു കയറ്റം അല്ലേ. അപ്പോൾ ഇവിടെ വരെ നല്ല ടാർ ചെയ്ത റോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇതെവിടെ നിന്നാണ് മലയിലേക്കുള്ള നടത്തം തുടങ്ങുന്ന സ്ഥലം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒത്തിരി മുകളിലേക്ക് പോയില്ലെങ്കിലും കുറച്ചൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അപ്പം സൈക്കിളൊന്ന് ലോക്ക് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു അതിൻ്റെ താഴെ എത്തിയിട്ട് ഇവിടെ നിന്നാണ് നടന്നു തുടങ്ങണേ. അടിവാരം അല്ലേ. ഞാൻ 1-2 തവണ മേളിൽ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് സീസൺ ടൈമിലല്ലായിരുന്നു. ഞാൻ വലിയ ഒരുപാട് ക്രൗഡൊക്കെ പ്രതീക്ഷിച്ച് വന്നത്, കാരണം ഈസ്റ്റർ കഴിഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മെയിൻ പെരുന്നാൾ പുതുഞായറാഴ്ച, അതായത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സൺഡേ കേട്ടോ പെരുന്നാൾ വരുന്നത്. കുറച്ചുണ്ടല്ലേ. മൊത്തം 14 സ്ഥലങ്ങളാട്ടോ. 14 അങ്ങനെ 14 കുരിശുണ്ട്. അതിൽ ഒന്നാമത്തെ കുരിശ് അത് കുറച്ചുകൂടെ കയറി പോകണ്ട മേളിലേക്ക്. ആ 14 കുരിശും കയറി മേളിൽ ചെല്ലുമ്പോഴത്തേനും ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും അല്ലേ? 2 മണിക്കൂർ അരമണിക്കൂർ 45 മിനിറ്റ് എടുക്കും. അതല്ലേ? ഓക്കെ, തിരിച്ച് പെട്ടെന്ന് ഇറങ്ങി പോവാം അല്ലേ? തിരിച്ച് ഓക്കെ. അതിവിടെ മഴ പെയ്തട്ടോ. മഴ കൊണ്ട് നനഞ്ഞ് കിടക്കുക. അതെ, ഓക്കെ, ഒന്നും ആയിട്ടില്ല. അപ്പം മേളിൽ കുറച്ച് ദൂരം കയറി പോയിട്ട് ഇറങ്ങിപ്പോരാം. താഴെ കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ പോയി. എന്തൊരു കടകളാണല്ലേ, ഇഷ്ടം പോലെ കടകളാട്ടോ. ആ ഇത് ഇവിടുത്തെ പെരുന്നാൾ കഴിഞ്ഞാലും ഈ തിരക്കുണ്ടാവും, കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും അല്ലേ? പിന്നെ നൈറ്റ് ആൾക്കാർ വന്നിരിക്കും. അങ്ങനെയൊക്കെ. ആ ഇവിടെ വെള്ളമുണ്ട് കേട്ടോ മേള് വരെ അല്ലേ? വെള്ളമുണ്ട്. ആ ഇത് പൈപ്പ് വഴി കുടിവെള്ളം. ശരി, ടാപ്പൊന്നും വർക്കിംഗ് അല്ല. ഇതൊക്കെ നല്ല സ്റ്റീപ്പാട്ടോ കയറ്റം. ഈ ഒന്നാമത്തെ കുരിശുള്ള സ്ഥലം വരെ നമുക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അടുത്തൊക്കെ ആട്ടോ. അങ്ങനെ നമ്മൾ 1ാം സ്ഥലത്തിൻ്റെ അടുത്ത് ഇട്ടത് ഇവിടെ ആദ്യത്തെ കുരിശ് കാണാം. ആൾക്കാരുണ്ട് കേട്ടോ, മേളിൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇതാണ് 1ാമത്തെ കുരിശ്. അപ്പോൾ ഇനി വന്നതൊക്കെ അടുത്തടുത്തല്ലേ? ഇതാണ് ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ളത്. വേർത്ത് വിളിച്ചു. ഇവിടെ കുടിക്കാൻ വെള്ളമൊക്കെ കേട്ടോ, ടാപ്പൊക്കെ. ഒരു കുപ്പി കൈ കരുതിയാൽ മതി അല്ലേ? എൻ്റെ അമ്മേ. അപ്പം ഞങ്ങൾ 1ാം കുരിശിൻ്റെ ഇവിടുന്ന് പതുക്കെ മല ഇറങ്ങി തുടങ്ങി കേട്ടോ. കാരണം ആദ്യത്തിന് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചിട്ട് ആളിങ്ങനെ വന്ന കേട്ടോ. ഇനി ഒരു ദിവസം നൈറ്റ് വന്ന് കയറണം എന്ന് പറഞ്ഞു. നൈറ്റ് അടിപൊളിയാന്ന് പറഞ്ഞല്ലേ? നൈറ്റ് വന്ന് കയറണം. അത് തന്നെ. ഇത്ര കയറി തന്നെ നമ്മൾ സൈക്കിൾ ചവിട്ടി വന്നോണ്ടായിരിക്കും അല്ലേ? ഞാൻ അവിടെ നിന്ന് ചവിട്ടി പിരിപ്പിച്ച് വന്നേ മാക്സിമം. അതായിരിക്കും, വേർത്ത് വിളിച്ചു. ഇവിടെ ഉണ്ടല്ലേ? സർബത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ട് അവിടെ ഇഷ്ടം പോലെ കടകൾ, മൊത്തം പലഹാര കടകളാട്ടോ. ഇവിടെ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ട്, പിന്നെ ബജ്ജി അല്ലേ? എന്താ കഴിക്കണ്ടേ നമുക്ക്? സർബത്ത് അടിച്ചാലോ? കുലുക്കി സർബത്ത്. ഏതാ ബ്രോ ഫ്ലേവർ വേണ്ടേ? എനിക്ക് മാങ്കയോ? പിന്നെ എനിക്കെന്നാ ഗ്രീൻ ആപ്പിൾ മതി. ഹലോ, മുളക് കിട്ടുന്നുണ്ടോ? മുളകില്ലല്ലേ? ചെറിയൊരു എരിവോടെ ഉണ്ട് സെറ്റപ്പ് കേട്ടോ. ആ ഫ്ലേവറിൻ്റെ നല്ലൊരു ടേസ്റ്റ് അല്ലേ? കസ്കസൊക്കെ ഇട്ടുണ്ട്. ഇത് ഫ്രഷ് ഉണ്ടോ? ചൂട് ഇപ്പം ഉണ്ടാക്കിയതുണ്ടോ? അതെയോ?
വന്ന വഴി നല്ല രസമാണ്, മൊത്തം കണിക്കുന്നതൊക്കെ പൂത്ത്, ഇല പോലും കാണത്തില്ല കേട്ടോ, അത്ര പൂവാ. ആ ഈ വർഷം കണിക്കുന്നതൊക്കെ പ്രാന്ത് പിടിച്ചാ പൂത്തേക്കണം, അതുപോലെ. നമ്മുടെ നക്ഷത്ര തടാകം. ഇതിൻ്റെ ഇഷ്ടം പോലെ മീനുണ്ട്. അപ്പോൾ ഞങ്ങൾ ലേക്കിൻ്റെ ഒരു സൈഡിലാണ്. ഇനി ഞങ്ങളിത് നമ്മൾ അതിലെയാണ് വന്നത്. ഇനി കറങ്ങി ഈ ലേക്കിൻ്റെ അവിടെ ആ വഴി ചുറ്റി നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ കയറില്ലേ. ഇതൊരു അങ്ങനെ ഒരു 5 കിലോമീറ്റർ മേളിലുണ്ട് കേട്ടോ. അത് മൊത്തം ഒന്ന് റൗണ്ട് ചെയ്യണമെന്നുണ്ട്. നമ്മൾ കറക്റ്റ് നോക്കിയില്ല. അതിലേ അങ്ങ് പോകാനാട്ടോ പ്ലാന്. ഇവിടെ കുറേ മീനൊക്കെ ഉണ്ട്, ഫീഡ് ചെയ്യണമെന്ന് ഓർത്ത്. പക്ഷേ മീനൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ അത് കാണും, പക്ഷേ ഇവിടെ ഒന്നും വരുന്നില്ല. ഇന്ന് ചൂണ്ടയിട്ട് ഇഷ്ടം പോലെ പിടിക്കണമല്ലേ? ആ അതെ അതെ, ഇല്ല ഒന്നും തന്നെ ഇല്ല കേട്ടോ. ചൂടാണ്, അടിപൊളിയാണ്. അതിൽ നേരെ പോയ ആതിരപ്പള്ളി കാലടി പ്ലാന്റേഷനൊക്കെ പോകണ വഴി നമ്മളിത് ഇവിടുന്ന് ഈ ലെഫ്റ്റ് എടുത്ത് ഈ തടാകത്തിന് ഒന്ന് വലം വെക്കും കേട്ടോ. ഒരു ബസ് പോകണുണ്ടായിരുന്നു. ബസ് എങ്ങോട്ടുള്ളത്? അത് ഇവിടുന്ന് പോയ ബസ്. ആ അതെ അല്ലേ. അപ്പോൾ ശരിക്കും ഞങ്ങൾ വലിയൊരു ക്രൗഡൊക്കെ പ്രതീക്ഷ വന്ന കേട്ടോ. പറഞ്ഞ പോലെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ മലയുടെ മേളിലുണ്ട് കേട്ടോ കുറേ ആൾക്കാർ. അവർ ജസ്റ്റ് ഒരു ഈസ്റ്ററും കഴിഞ്ഞുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും അല്ലേ. ഇവിടെ ഒരു സ്പോട്ട് നോക്കിയപ്പോൾ നോക്കി. ആ അടിപൊളി. ആ ലേക്ക് അടിപൊളിയല്ലേ. ഇതിൽ കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങും അങ്ങനെ എന്തൊക്കെയാണ് സംഭവം കേട്ടോ. ആ ഒത്തിരി ഏരിയ ഉണ്ട്. ഇത് രാവിലെ ഇതിലെ ആൾക്കാർ നടക്കാനൊക്കെ പോകണം, സൈക്ലിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. നൈസാട്ടോ. ആ കാണുന്ന മലയുടെ മേളിലേക്കാണ് നമ്മൾ കയറി പോയത്. പക്ഷെ പള്ളി ഇവിടുന്ന് കാണത്തില്ല കേട്ടോ. പള്ളി നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ ഓരോരോ ഇതുപോലെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മീൻ പിടിക്കാനൊക്കെ നമുക്ക് അടിപൊളിയാണ്. അതെ, ഇവിടുന്ന് ആ മലയുടെ വ്യൂ നമുക്ക് നല്ല കറക്റ്റായിട്ട് കാണാം കേട്ടോ. എന്താ കാണുക, അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് പള്ളിയൊക്കെ ഇരിക്കുന്നത്. ആ നമ്മളൊന്ന് വലം വെച്ചത് നമ്മളിവിടുന്ന് ഇറങ്ങിപ്പോയി രാവിലെ. ഞാൻ ആ റോഡിലേക്ക് വന്ന് കയറി കേട്ടോ. അത് 2-3 കിലോമീറ്റർ കാണും അല്ലേ, അത്രയും ദൂരം കാണും. ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്താ പറയുക, വലിയ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് വീട്ടിലിരുന്നപ്പോൾ മലയാറ്റൂർ വന്നെന്ന് തോന്നി. ഒരു പെരുന്നാളായതുകൊണ്ട് അങ്ങനെ ഒന്ന് വന്നാൽ കേട്ടോ. കുഴപ്പമില്ലായിരുന്നല്ലേ. മലയുടെ ആദ്യത്തെ കുരിശിൻ്റെ അവിടെ വരെ കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നു കേട്ടോ. ഇനിയിപ്പം സമയം 9:45. നേരെ വീട്ടിലേക്ക് പോവാം. വെയിലായി തുടങ്ങി. ആദ്യത്തിന് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, ഒരു 6 കിലോമീറ്ററിലുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ തന്നെ ആൾക്കൊച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് കയറണം. പിന്നെ തന്നെ ഉള്ളൂ. നമ്മൾ എല്ലാ പ്രാവശ്യവും അതുപോലെ ഏതെങ്കിലും കനാലോ തോട്ടിലോ പുഴയിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ചിട്ടൊക്കെ ഒന്ന് ചാടിയിട്ടൊക്കെ പോകുന്നുള്ളൂ വീട്ടിലേക്ക്. അപ്പം ഓക്കെ, ബൈ.